ഓക്കെ മക്കളെ, നമുക്ക് 11th ക്വസ്റ്റ്യനിലേക്ക് പോകാം. 30th January ഷിഫ്റ്റ് 1ന്റെ 11th ക്വസ്റ്റ്യൻ. എല്ലാവരും നോക്കുക, കെമിക്കൽ ബോണ്ടിങ്ങിലെ ക്വസ്റ്റ്യൻ ആണ്. കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്, ഷേപ്സ് തന്നിട്ടുണ്ട്. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ചെയ്ത എക്സാമ്പിൾസ് ആണ്. അവിടെ നിന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടും. BRFI എന്ന് പറയുന്നത് സ്ക്വയർ പിരമിഡൽ ആണ്. BRFI എന്ന് പറയുന്നത് സ്ക്വയർ പിരമിഡൽ ആണ്. BRFIയുടെ സ്ട്രക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. BRFIയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, BRFIയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫ്ലൂറിൻ, 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 ഇവിടെ ഒരു ലോൺ പെയർ. H2O എന്ന് പറയുന്നത് ബെന്റ് ആണ്. നിങ്ങൾക്കറിയാം H2Oയുടെ സ്ട്രക്ചർ വരുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ് H2Oന്റെ സ്ട്രക്ചർ വരുന്നത്, അല്ലെ? ബെന്റ് സ്ട്രക്ചർ ആണ്. ClF3 വരുന്നത് T ഷേപ്ഡ് ആണ്. ClF3 വരുന്നത് T ഷേപ്ഡ് ആണ്. ClF3യുടെ സ്ട്രക്ചർ എങ്ങനെയാ വരിക? Cl, ഇവിടെ ഒരു ലോൺ പെയർ, ഇവിടെ ഒരു ലോൺ പെയർ, ഇവിടെ ഫ്ലൂറിൻ, ഇവിടെ ഫ്ലൂറിൻ, ഇവിടെ ഫ്ലൂറിൻ. അപ്പൊ നമ്മൾ സ്ട്രക്ചർ നോക്കുമ്പോൾ ഒരിക്കലും ലോൺ പെയർസ് എടുക്കാൻ പാടില്ല. ഷേപ്പ് നോക്കുമ്പോൾ ഒരിക്കലും ലോൺ പെയർസ് എടുക്കാൻ പാടില്ല. ഓക്കെ, സോ ബേസിക്കലി T ഷേപ്ഡ് ആണ് വരിക. ഓക്കെ, അതേപോലെ തന്നെ SF4ന്റെ സ്ട്രക്ചർ വരുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഷേപ്പ് വരുന്നത് എങ്ങനെയാണ്? SF4ന്റെ ഷേപ്പ് വരുന്നത് സീസോ ഷേപ്ഡ് ആണ്. SF4ന്റെ ഷേപ്പ് വരുന്നത് സീസോ ആണ്, അല്ലെ? SF4ന്റെ ഷേപ്പ് വരുന്നത് സീസോ ആണ്. ഇങ്ങനെയാണ് SF4ന്റെ വരിക, അല്ലെ മക്കളെ? ഗോട്ട് ഇറ്റ്? ഇത് ബേസിക്കലി VSEPR തിയറി എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഒരു മോളിക്യൂളിന്റെ ഷേപ്പ് അറിയാനായിട്ട് അതിന്റെ നമ്പർ ഓഫ് ലോൺ പെയർസും നമ്പർ ഓഫ് സിഗ്മ ബോൺസും അറിഞ്ഞാൽ മതി. നമ്പർ ഓഫ് ലോൺ പെയർസും നമ്പർ ഓഫ് സിഗ്മ ബോൺസും അറിഞ്ഞാൽ പിന്നെ നമ്മൾ VSEPRന്റെ ആ ടേബിൾ അനുസരിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനിയിപ്പോ അഥവാ നിങ്ങൾക്ക് നമ്പർ ഓഫ് ലോൺ പെയർസും നമ്പർ ഓഫ് സിഗ്മ ബോണ്ടും അറിയില്ല, അല്ലെങ്കിൽ ഈ സ്ട്രക്ചേഴ്സ് ഒന്നും അറിയില്ലെങ്കിൽ നമ്പർ ഓഫ് സിഗ്മ ബോൺസും നമ്പർ ഓഫ് ലോൺ പെയർസും കണ്ടുപിടിക്കാനുള്ള ട്രിക്ക് അറിയാലോ. നമ്പർ ഓഫ് ലോൺ പെയർസും നമ്പർ ഓഫ് സിഗ്മ ബോൺസും കണ്ടുപിടിക്കാനുള്ള ട്രിക്ക് അറിയാലോ. ആദ്യം ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കുക. Hybridization is nothing but number of valence electrons plus number of monovalent atoms minus cation charge plus anion charge divided by 2. കുറെ ഫോർമുലാസ് ഉണ്ട്, അതിൽ വൺ ഓഫ് ദി ഈസിയസ്റ്റ് ഫോർമുല ഇതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ BRFI എടുക്കുകയാണ്. BRFI എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഓൺ ദ സെൻട്രൽ ആറ്റം ആണ് എടുക്കേണ്ടത്. ഇപ്പൊ ബ്രോമിൻ ഇസ് എ സെൻട്രൽ ആറ്റം, 7 ആണ് വാലൻസ് ഇലക്ട്രോൺസ്. നമ്പർ ഓഫ് മോണോവാലന്റ് ആറ്റംസ് അറ്റാച്ച്. മോണോവാലന്റ് ആറ്റംസ് എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ ആവാം, ക്ലോറിൻ ആവാം, ഫ്ലൂറിൻ ആവാം, ബ്രോമിൻ ആവാം, അയഡിൻ ആവാം. ഇപ്പൊ നമ്പർ ഓഫ് മോണോവാലന്റ് ആറ്റംസ് അറ്റാച്ച് 5. കാറ്റോൺ ചാർജ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ചാർജ്, ആനിയോൺ ചാർജ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ചാർജ്. രണ്ടും ഇല്ല ഇവിടെ. സോ 7 + 5/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. ഇനി നമ്പർ ഓഫ് സിഗ്മ ബോൺസ് എങ്ങനെയാണ്? നമ്പർ ഓഫ് സിഗ്മ ബോൺസ് ഇസ് നത്തിങ് ബട്ട് നമ്പർ ഓഫ് സറൗണ്ടിങ് ആറ്റംസ്. എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം. നമ്പർ ഓഫ് ലോൺ പെയർസിന്റെ ഫോർമുല എന്താ? നമ്പർ ഓഫ് ലോൺ പെയർസ് ഇസ് നത്തിങ് ബട്ട് ഹൈബ്രിഡൈസേഷൻ മൈനസ് നമ്പർ ഓഫ് സിഗ്മ ബോൺസ്, ദാറ്റ് ഈസ് 6 - 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. നമ്പർ ഓഫ് സിഗ്മ ബോൺസ് എങ്ങനെയാണ്? നമ്പർ ഓഫ് സറൗണ്ടിങ് ആറ്റംസ് നോക്കിയാൽ എത്ര സറൗണ്ടിങ് ആറ്റംസ് ഉണ്ട്, എല്ലാ സറൗണ്ടിങ് ആറ്റംസും കൗണ്ട് ചെയ്യാം. ഇപ്പൊ നമ്പർ ഓഫ് സിഗ്മ ബോൺസ് 5, നമ്പർ ഓഫ് ലോൺ പെയർസ് 1. ഇനി നമ്മൾ VSEPRന്റെ ലോജിക്ക് വെച്ചിട്ട് ഒരു ലോൺ പെയറും 5 സിഗ്മ ബോണ്ടും ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ബി സ്ക്വയർ പിരമിഡൽ. ഓക്കെ, ഇതേപോലത്തെ ഒരു സ്ക്വയറും മേളിലേക്ക് ഒരു പിരമിഡ് പോലെയും വരും. ഓക്കെ, ഇതേപോലെ ബാക്കി എല്ലാത്തിന്റെയും കണ്ടുപിടിക്കാം. ആദ്യം ഹൈബ്രിഡൈസേഷൻ H വാല്യൂ കണ്ടുപിടിക്കാം, നമ്പർ ഓഫ് സിഗ്മ ബോൺസ് കണ്ടുപിടിക്കാം, നമ്പർ ഓഫ് ലോൺ പെയർസ് കണ്ടുപിടിക്കാം, എന്നിട്ട് കണക്ട് ചെയ്യുക VSEPRന്റെ ടേബിൾ ആയിട്ട്. അതല്ലാതെ തന്നെ ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ സുപരിചിതമായ മോളിക്യൂൾസും സ്ട്രക്ചേഴ്സുമാണിത്. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങളുടെ തലയിൽ പെട്ടെന്ന് ഓടി വരണം. സോ ബേസിക്കലി A4 B3 C1 D2. ഓക്കെ, D2 ആണ് വരിക. ഓക്കെ ആണോ മക്കളെ? 4 ആണ്.